എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3ാമത്തെ പാഠമാണ്. 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റിയാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയും. ഇവയെ പറ്റിയും ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പറ്റിയുമാണ് പഠിക്കുന്നത്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഫങ്ഷൻസ്, അത് കൂടിയാലുള്ള കുഴപ്പം, കുറഞ്ഞാലുള്ള കുഴപ്പം, ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പാഠം തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് നോക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടെസ്റ്റിൽ ആദ്യം അടയാളപ്പെടുത്തി എഴുതണം, എന്നിട്ട് അതിനെ നോട്ടിലേക്ക് പകർത്തി എഴുതുകയും വേണം. ഓക്കെ, നോക്കടേ. The endocrine system is an organ system that controls and coordinates all activities in the body. എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം എന്തെന്നാണ് കൊടുത്തേക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം ഈസ് ആൻ ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു അവയവ വ്യവസ്ഥയാണ്. എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു അവയവ വ്യവസ്ഥയാണ്. ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ആൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. അത് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ? ഫസ്റ്റ് ചോദ്യം എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം എന്തെന്ന് ഇതിനെടുത്തിരുന്നു. തീർന്നില്ല, അതിൻ്റെ കൂടെ ഇനി ഒരു സെൻറ്റൻസ് കൂടെ വരും. ദിസ് സിസ്റ്റം ഇൻക്ലൂഡ്സ്. ഇനി ഈ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ സെക്രീഷൻസ് കാൾഡ് ഹോർമോൺസ്. ഇതിലെന്തൊക്കെ വരും? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികളും വരും. അതോടൊപ്പം അവയുടെ സെക്രീഷൻസ്, അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളും വരും. അവയെ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ്. പറഞ്ഞു മനസ്സിലായ? അപ്പം എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് എഴുതിയിട്ട് ഇത്രയും എഴുതുക. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യമുണ്ട് ഇവിടെ. രണ്ടാമത്തെ ചോദ്യം എന്താണ് ഹോർമോൺ? വാട്ട് ഈസ് ഹോർമോൺ? ഹോർമോൺ എന്തെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? എന്താണ്? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺസ്. The secretions of endocrine glands are called hormones. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ വിളിക്കുന്ന പേരാണ് ഹോർമോണുകൾ. തീർന്നില്ല, അതോടൊപ്പം ഒരു സെൻറ്റൻസ് കൂടെ എഴുതണം. എന്താണ്? ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ. വ്യക്തമായിട്ട് മനസ്സിലായ? ഇപ്പോൾ ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ട് ചോദ്യം മനസ്സിലായല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ, അത് ഇതുവരെ എഴുതണം. ഓക്കെ, ഇനി അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഹോർമോണുകൾ? ആ ഹോർമോൺ എന്തെന്നുള്ളതിന് എന്താണ് ആദ്യം എൻ്റെ തുടക്കം ഇങ്ങനെ ഞാൻ പറഞ്ഞു. എന്താണ്? ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ കാൾഡ് ഹോർമോൺസ്. തെറ്റ് മനസ്സിലായി? അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു സെൻറ്റൻസ് എഴുതണം. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. തെറ്റ് മനസ്സിലായ? മലയാളം മീഡിയംകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ് ഹോർമോണുകൾ. അതോടൊപ്പം തന്നെ അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ് പറയേണ്ടത്? കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ രണ്ട് ചോദ്യം ഈ ഭാഗത്തു നിന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡു നോട്ട് ഹാവ് പർട്ടിക്കുലർ ഡക്റ്റ് ടു ക്യാരി ഹോർമോൺസ് ടു വേരിയസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക്, അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ അല്ലെങ്കിൽ സെക്രീഷൻസിനെ, സ്രവങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രത്യേകം കുഴലുകളില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററിലൊക്കെ പഠിച്ചു. ഇപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് പമ്പ് ചെയ്ത് വിടുകയാണ്. ആ ബ്ലഡ് കൊണ്ടുപോകാൻ പ്രത്യേകം കുഴലുകളുണ്ട്, ശരിയല്ലേ? ഓരോന്നും നമ്മൾ ആർട്ടറി എന്നും ധമനി എന്നും അതേപോലെ തന്നെ വെയിൻസ്, സിരകളെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തില്ല? പ്രത്യേകം ഡക്റ്റുകളില്ല, കുഴലുകളില്ല. ഹെൻസ് ദേ ആർ നോൺ ആസ് ഡക്റ്റ്
ഡക്റ്റിലസ് ഗ്ലാൻസ്. അതുകൊണ്ട് അവയെ എന്തെന്നും വിളിക്കുന്നു? നാളീരഹിത ഗ്രന്ഥികളെന്നും വിളിക്കുന്നു, ഡക്റ്റിലസ് ഗ്ലാൻസ് എന്നും വിളിക്കുന്നു. വ്യക്തമായിട്ട് മനസ്സിലായ? അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം വരും, എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ആൾസോ നോൺ ആസ് ഡക്റ്റിലസ് ഗ്ലാൻസ്. പറഞ്ഞു മനസ്സിലായേ? എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ആൾസോ നോൺ ആസ് ഡക്റ്റിലസ് ഗ്ലാൻസ്. അപ്പോൾ അതിൻ്റെ റീസൺ വൈ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ, അല്ലെങ്കിൽ വൈ എന്ന് എഴുതാലും മതി. അതാണ് ചോദ്യം. അതായത് അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികളെന്നും വിളിക്കുന്നു. കാരണം എന്ത്? അപ്പം അതാണ് ഈ ഉത്തരം വേണം എടുത്തെഴുതാൻ. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി അതോടൊപ്പം ഒരു സെൻറ്റൻസ് കൂടി എഴുതുക. ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? രക്തത്തിലൂടെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഹോർമോണുകളെ രക്തത്തിലൂടെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇത് അണ്ടർലൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ 8 വയ്ക്കുക. അതിനുശേഷം നോട്ടിലേക്ക് ഇത് എഴുതി പകർത്തുകയും വേണം. ബാക്കി നോക്കാം. ടു ദ ഹോർമോൺസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഫങ്ഷൻസ് ഇൻ ആൾ സെൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഹോർമോണുകളെ നമ്മൾ ബ്ലഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ ഹോർമോണുകളും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും എത്തും. അതിൻ്റെ കാരണം അറിയാമല്ലോ, ബ്ലഡിലൂടെ പോകുന്നതുണ്ട്. ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകുന്നത് കൊണ്ട് ആ ബ്ലഡിലൂടെ പോകുന്നതിനാൽ ഈ ഹോർമോണുകളെല്ലാം എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും. പക്ഷേ എല്ലാ ഹോർമോണുകളും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കേണ്ടതുണ്ടോ? ഇല്ല. അത് ഇനി നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ, ബാക്കി പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓരോരോ ഹോർമോണുകളും ചില പ്രത്യേക അവയവങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ ഓർഗൻസിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതിൻ്റെ കാര്യം നമ്മൾ ബാക്കി ഇനി താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, എല്ലാ ഹോർമോണുകളും ഒരിക്കലും എല്ലാ സെൽസിലും, എല്ലാ കോശങ്ങളിലും എന്ത് ചെയ്യൂല? ആക്റ്റീവ് ആവൂല, പ്രവർത്തിക്കൂല. ഓക്കെ, ഇനി അതിൻ്റെ കാര്യമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. ഹോർമോൺസ് ടു ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക്. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക്. നോക്കാം. ഹോർമോൺസ് റീച്ച് എവരി സെൽ ഇൻ ദ ബോഡി ആസ് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ബ്ലഡ്. എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ ഏതിലൂടെ? രക്തത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാൽ അവ എന്ത് ചെയ്യും? എല്ലാ കോശങ്ങളിലും എത്തും. എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള സെൽസുകളിലും കോശങ്ങളിലും എത്തും. പക്ഷേ അവ എന്ത് ചെയ്യൂല? അവിടെ ആക്ട് ചെയ്യൂല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഈച്ച് ഹോർമോൺ ആക്ട് ഒൺലി അപ്പോൺ ദോസ് സെൽസ് വിത്ത് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ ഓരോ ഹോർമോണിനെയും റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ എന്തുണ്ട്? ഗ്രാഹികളുണ്ട്. അപ്പോൾ അതാത് ഹോർമോണുകളെ സ്വീകരിക്കാൻ എല്ലാ സെൽസിലും, മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സെൽസിലെ പ്രത്യേകം ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് ഉള്ള സെൽസ് മാത്രമേ, കോശങ്ങൾ മാത്രമേ ആ ഹോർമോണിനെ സ്വീകരിക്കുകയുള്ളൂ. വ്യക്തമായിട്ട് മനസ്സിലായ? എല്ലാ ഹോർമോണും എല്ലാ ഓർഗൻസിലും, അവയവങ്ങളിലും പ്രവർത്തിക്കൂല. ആ സെല്ലിൽ ചെല്ലുമെങ്കിലും അവരോട് പോയിട്ടങ്ങ് തിരിച്ച് ബ്ലഡിലൂടെ കറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം റിസപ്റ്റേഴ്സ് ഉള്ള, അതായത് ഓരോ ഹോർമോണിനെയും സ്വീകരിക്കുന്നതിന് പ്രത്യേകം റിസപ്റ്റേഴ്സ് ആവശ്യമാണ്. അതായത് റിസപ്റ്റേഴ്സ് ഉള്ള സെൽസുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഹോർമോണിനെ സ്വീകരിക്കുകയുള്ളൂ. ദ സെൽസ് വിച്ച് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ഹോർമോൺസ് ആർ ദെയർ ടാർഗറ്റ് സെൽസ്. അടുത്ത ചോദ്യമാണ്, എന്താണ് ടാർഗറ്റ് സെൽസ്? ദ സെൽസ് വിച്ച് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ ഹോർമോൺസ് ആർ ദെയർ ടാർഗറ്റ് സെൽസ്. എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ. ഇനി നോക്കടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതൊരു ബ്ലഡ് വെസലാണ്, രക്തക്കുഴലാണ്. അതിനകത്തൂടെ രക്തം ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന എന്തുകൂടെ ഉണ്ട്? ഹോർമോൺ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ തന്മാത്രകളുണ്ട്. ഇനി നോക്കട്ടെ, ഈ രണ്ട് പടങ്ങളെന്ന് പറയുന്നത് സെൽസാണ്, കോശങ്ങളാണ് കാണിച്ചേക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? ഇതെന്താണെന്നറിയാമോ? ഹോർമോൺ റിസപ്റ്റേഴ്സ് ഇൻ ദി സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ റിസപ്റ്റേഴ്സാണ്, ഹോർമോൺ ഗ്രാഹികളാണ് ഈ കാണിച്ചേക്കുന്നത്, ഈ രണ്ടെണ്ണം. ഓക്കെ, ഇനി ഇത് നോക്ക്. ഇതിൽ ആ ഹോർമോൺ വന്ന് ചേർന്ന്, കേട്ടോ, ഈ പടത്തിലാണ് കൊടുത്തേക്കുന്നത്. ഹോർമോൺ വന്ന് അതിൽ ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഓരോ ഹോർമോണിനെയും സ്വീകരിക്കുന്നതിന് പ്രത്യേകം ഗ്രാഹികളുണ്ട്. അപ്പോൾ ഓരോ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ താഴോട്ട് പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഓരോ ഹോർമോണിനെയും സ്വീകരിക്കാൻ പ്രത്യേകം ഗ്രാഹികൾ, റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. only those cells having specific receptors can receive a specific ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതത് ഗ്രാഹികളുള്ള
കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയൂ. ഇത് ഓരോ ഹോർമോണിനെയും സ്വീകരിക്കാൻ പ്രത്യേകം ഗ്രാഹികളുണ്ട്. ആ ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ ഓരോ ഹോർമോണിനെയും സ്വീകരിക്കാൻ പറ്റൂ. ഹോർമോണുകൾ എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ ഒന്നും പഠിച്ചു തുടങ്ങിയില്ല. ഈ പാഠത്തിൻ്റെ അവസാനത്തോടു കൂടി ഈ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ. ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ദി റിസപ്റ്റേഴ്സ് ടു ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ചേർന്ന് അല്ലെങ്കിൽ ബന്ധിച്ച് എന്താകുന്നു? ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. വ്യക്തമായിട്ട് മനസ്സിലായ? അപ്പോൾ ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ദി റിസപ്റ്റർ. അപ്പോൾ ഓരോ ഹോർമോണും ഇതേപോലെ റിസപ്റ്ററുമായി കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നു? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, ഹോർമോൺ ഗ്രാഹി സംയുക്തമുണ്ടാകുന്നു. ഫോളോയിങ് ദിസ്, ഇതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നത്? എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദി സെൽ. സെല്ലിനകത്ത്, കോശത്തിനകത്ത് എൻസൈമുകൾ അഥവാ രാസാഗ്നികൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തനം ആരംഭിക്കും, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത്തിലേക്ക് എത്തും. ആൻഡ് സർട്ടൻ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. എന്നിട്ട് എന്തുണ്ടാകും? സെല്ലുലാർ ആക്ടിവിറ്റീസിൽ, അതായത് കോശത്തിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ, കോശപ്രവർത്തനങ്ങളിൽ വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം വരികയും ചെയ്യുന്നു. ഇതായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതായിട്ട് എല്ലാവർക്കും പിടികിട്ടിയോ? ഇനി നോക്കട്ടെ, ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ. ടാർഗറ്റ് സെൽ എന്തെന്ന് ഞാൻ പറഞ്ഞു. ഫോർമേഷൻ ഓഫ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അതാണ് ഈ ചോദ്യം. ഫോർമേഷൻ ഓഫ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്തെന്നാണ് ചോദ്യം. അതായത് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നത് എങ്ങനെ? അതിൻ്റെ ഉത്തരം ഇതായിട്ട് എഴുതണം. ഇതായിട്ട് മനസ്സിലായോ? അതിൻ്റെ ഉത്തരം ഇതായിട്ട് വേണം എടുത്തെഴുതാൻ. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ഹോർമോൺസ് ഇൻ ദി ടാർഗറ്റ് സെൽ, അതായത് ആ ടാർഗറ്റ് സെല്ലിൽ അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങളിലെ ഹോർമോൺ സ്വാധീനം, അതാ ലാസ്റ്റ് സെൻറ്റൻസ്. ഫോളോയിങ് ദിസിൻ്റെ ഫലമായി, ഫോളോയിങ് ദിസ് വേണമെന്നില്ല. എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദി സെൽ ആൻഡ് സർട്ടൈൻ ചേഞ്ചസ് ഒക്കർ ഇൻ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ ഈ 3 ചോദ്യവും? ഇനി നമ്മൾ ഈ പാഠത്തിനകത്തേക്ക് ഇറങ്ങിയാണ്. ആഫ്റ്റർ ഡൈജഷൻ കൊടുത്തേക്കുന്നുണ്ട്, ദഹനത്തിനു ശേഷം. വ്യക്തമായിട്ട് മനസ്സിലായോ? നോക്കാം നമുക്ക്. യു ഹാവ് ലേൺഡ് ദാറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദി ഫുഡ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കാര്യം, അല്ലേ? അതായത് ദഹനഫലമായി, നമ്മൾ ആഹാരം കഴിച്ച് ദഹിച്ചതിന് ശേഷം എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുകയും ഈ ഗ്ലൂക്കോസ് സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വച്ച് ചെറുകുടലിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ രക്തവുമായി കലരും എന്ന് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? നോക്കാം. ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മസ്റ്റ് റീച്ച് സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എവിടെ എത്തണം? സെൽസുകളിലെത്തണം. എന്തിനു വേണ്ടിയിട്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽസുകളിലെത്തണം. ദ ഗ്ലാൻഡ് കാൾഡ് പാൻക്രിയാസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദിസ് ആക്ടിവിറ്റി. അപ്പോൾ ഈ നമ്മൾ കഴിച്ച ആഹാരം ഡൈജഷൻ കഴിഞ്ഞ്, ദഹനം കഴിഞ്ഞ് സെൽസുകളിൽ, കോശങ്ങളിലെത്തി എത്തണം. അതിനുശേഷം അവ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ആവണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ, എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പാൻക്രിയാസ് എന്ന ഒരു ഗ്ലാൻഡ് വേണം. ആ ഗ്ലാൻഡ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. അതാണ് ഈ കാണിച്ചേക്കുന്ന പാൻക്രിയാസ് ഗ്ലാൻഡ്. കണ്ട, അതായത് നമ്മളൊരു വായൊക്കെ തുറന്ന് നാക്ക് പുറത്തോട്ടിട്ടാൽ കാണുന്ന രീതിക്കുള്ള ഇതാണ് പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റായി ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സെൽസിനകത്തെത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ പടമാണ് ഈ കൊടുത്തേക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഈ പടം കണ്ടല്ലോ. ഇത് പറയുന്ന പാൻക്രിയാസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പാൻക്രിയാസ് വ്യക്തമായിട്ട് മനസ്സിലായ എന്താണ് പാൻക്രിയാസ്? ഓക്കെ, ഇനി അതിനകത്ത് പാൻക്രിയാസിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടാടേ, അതിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് ആൽഫ സെൽസ്, മറ്റൊന്ന് ബീറ്റ സെൽസ്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്. പടം കണ്ടല്ലോ, ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് ബീറ്റ സെൽസ്. ബ്ലൂ, ബീറ്റ ഓർത്തോണ്ടാൽ മതിയാറുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ബീറ്റ സെൽസ് ബ്ലൂ, കണ്ട ബ്ലൂ കളർ.
അതേപോലെ തന്നെ ആൽഫ സെൽസ് കണ്ട അതാ ഈ കാണിച്ചേക്കുന്ന റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് ആൽഫ സെൽസ്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി അപ്പോൾ ഈ പിക്ചർ മനസ്സിലായേ? ഇനി എൻ്റെ താഴോട്ട് നോക്കാം. പാൻക്രിയാസ് ഈസ് ദി ഗ്ലാൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഡ്യൂഡിനം, ദ കണ്ടിന്യൂഷൻ ഓഫ് ദി സ്റ്റൊമക്ക്. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂഡിനം എന്ന് പറഞ്ഞാൽ പക്വാശയം എന്ന് പറയും. ഡ്യൂഡിനം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്വാശയം. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന ഭാഗം, അതായത് സ്റ്റൊമക്കിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് ചെറുകുടൽ തുടങ്ങുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് നമ്മളെന്തെന്ന് ഡ്യൂഡിനം അഥവാ പക്വാശയം എന്ന് വിളിക്കുന്നത്. ആ ഭാഗത്ത് കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ഏത്? പാൻക്രിയാസ്. അപ്പോൾ ദ ബീറ്റാ സെൽസ് ഓഫ് ദി cell cluster of this gland called islets of Langerhans produce the hormone insulin, and alpha cells produce the hormone ഗ്ലൂക്കഗോൺ. അതായത് ഈ പാൻക്രിയാസിനകത്ത് ഒരു കോശ സമൂഹം, ഒരു കോശങ്ങളുടെ കൂട്ടം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ? ഈ കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. വ്യക്തമായിട്ട് മനസ്സിലായ? ഓക്കെ, ദ സെൽ cluster in the pancreas is called islets of Langerhans. അതായത് പാൻക്രിയാസിലെ കോശ സമൂഹത്തെ അല്ലെങ്കിൽ കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ 2 തരം സെൽസുകളുണ്ട്. ഒന്ന് ആൽഫ സെൽ, മറ്റൊന്ന് ബീറ്റാ സെൽ. അല്ലതാ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന സെൽസാണ്, കോശങ്ങളാണ് എന്ത്? ബീറ്റാ സെൽ. ബ്ലൂ കളർ ബീറ്റാ സെൽ. ആ ബീറ്റാ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇതാണ് എൻ്റെ പേര്, മറന്നുപോലെ ഇൻസുലിൻ. വേണമെങ്കിൽ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ബീറ്റാ സെൽസ്, ബ്ലൂ കളറ്, ഇൻസുലിൻ, ഇതെല്ലാം കൂടെ ചുരുക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം? ബിൻസുലിൻ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. പരീക്ഷയ്ക്ക് ബിൻസുലിൻ എന്ന് എഴുതരുത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് പറഞ്ഞിരുന്നത്. ബിൻസുലിൻ എന്ന് പറഞ്ഞാൽ ബീറ്റാ സെൽസ്, ഇൻസുലിൻ. വ്യക്തമായിട്ട് മനസ്സിലായോ? അതേപോലെ ആൽഫ സെൽസ് ദായി റെഡ് കളറാണ്. റെഡ് കളർ കളയുക. അതിനുശേഷം നിന്ന് ഗ്ലൂക്കഗോൺ എന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര്. ഈ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? ഗ്ലൂക്കഗോൺ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെന്ന് പഠിക്കുക? ഗ്ലൂക്കഗോൺ എന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് കാര്യം ഗ്ലൂക്കഗോൺ എന്ന് വെച്ചാൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ. അത് എളുപ്പത്തിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബീറ്റാ സെൽസ് ഇൻസുലിൻ, നമ്മൾ ചുരുക്കി എന്തെന്ന് വിളിക്കും? ബിൻസുലിൻ. ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ, അഗ്ലൂക്കഗോൺ. വ്യക്തമായിട്ട് മനസ്സിലായോ? അത് പഠിച്ചു വയ്ക്കാനുള്ള ഒരു രഹസ്യ കോഡായിട്ട് തരുന്നതാണ്. ഓക്കെ, ബീറ്റാ സെൽസ് ഇൻസുലിൻ. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് ബിൻസുലിൻ, ആൽഫ സെൽസ്, അഗ്ലൂക്കഗോൺ. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഇനി തുടർന്ന് വരുമ്പോൾ പറഞ്ഞുതരാം. പ്രമേഹ രോഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി വരുന്നുണ്ട്, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. പാൻക്രിയാസിലെ സെൽസുകളുടെ ക്ലസ്റ്ററിനെ അല്ലെങ്കിൽ സെൽ ക്ലസ്റ്റർ ഓഫ് പാൻക്രിയാസ് ഈസ് നോൺ ആസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിലെ കോശങ്ങളുടെ കൂട്ടത്തെ അല്ലെങ്കിൽ കോശ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫ സെൽസ്, മറ്റൊന്ന് ബീറ്റാ സെൽസ്. ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ഗോൺ. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനം. ഓക്കെ, ഇനി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻസുലിൻ, അതായത് ബീറ്റാ സെൽസ്, മറന്നു പോകരുത്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, ഇപ്പം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. വ്യക്തമായിട്ട് മനസ്സിലായ? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ച ശേഷം ഡൈജഷൻ എല്ലാം കഴിഞ്ഞ് ദഹനമെല്ലാം കഴിഞ്ഞ് ആ ഗ്ലൂക്കോസ് രക്തത്തിൽ വരും. രക്തത്തിൽ വരുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും?
സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അതിനെന്ത് ചെയ്യും? ആ കോശങ്ങൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്, കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ് എന്ന് പറഞ്ഞാൽ കരളിലും പേശികളിലും വച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ഗ്ലൈക്കോജൻ പുതിയ വാക്കുകളാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. അപ്പോൾ മറന്നു പോകരുത് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ്, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ എന്താണ്? കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ലിവറിലും അങ്ങനെ കരളിലും മസിൽസ് പേശികളിലും സംഭരിക്കുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ ഇക്കാര്യം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. നിങ്ങളെയൊക്കെ വീട്ടിൽ ഈ പ്രമേഹ രോഗികൾ, ഡയബറ്റീസ് ഉള്ളവർ, ഇനി നമ്മൾ പഠിക്കുന്നത് ഡയബറ്റീസ് ഉള്ളവർ ഇഞ്ചക്ഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ചിലർ ഗുളിക കഴിക്കും, തുടക്ക ഭാഗത്ത് ഗുളിക മതി, രണ്ടാമത് എന്ത് ചെയ്യണം? ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്പം നടക്കുന്നത് ഇൻസുലിനാണ് എടുക്കുന്നത്, അറിയാലോ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നടക്കുന്ന പ്രവർത്തനമാണ് ഈ പറഞ്ഞേക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് മധുരം അടങ്ങിയ ആഹാരം കഴിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല മധുരമിട്ടൊരു ചായ കുടിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യൂല? ഈ പ്രമേഹ രോഗികൾക്കാണ് ഇനി പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഇതൊരിക്കലും എന്ത് ചെയ്യൂല? ബ്ലഡിൽ കിടക്കത്തേ ഉള്ളൂ, സെല്ലുകളിലേക്ക് പോകില്ല. അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻസുലിൻ ആ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ രക്തത്തിൽ കിടക്കുന്ന, ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസിനെ എവിടെ ആക്കണം? സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് കടത്തിവിടണം. അധികമുള്ള ബാക്കി വരുന്ന വീണ്ടും ഗ്ലൂക്കോസ് ഉണ്ട് എങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? ഗ്ലൈക്കോജനാക്കി ലിവറിൽ, കരളിലും മസിൽസ് പേശികളിലും സംഭരിച്ച് വെക്കണം. വ്യക്തമായിട്ട് മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? നേരെ ചെന്ന് ബ്ലഡിൽ പ്രവർത്തിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസിനെ കരളിലും ലിവറിലും മസിൽസിലും പേശികളിലും സംഭരിച്ച് വെക്കുകയും ചെയ്യും. ബാക്കിയുള്ള സെൽസിനകത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. ഓക്കെ, ഇത് താൽക്കാലികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും വരും. ഇനി അടുത്ത ഗ്ലൂക്കഗോണിൻ്റെ പ്രവർത്തനം നോക്കുക എന്താണെന്ന്. ഇത് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആൽഫ സെൽസാണ്. ആൽഫ സെല്ലുകൾ, ആൽഫ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺവേർട്സ് ദി ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദി ലിവർ ടു ഗ്ലൂക്കോസ്. ലിവറിൽ, കരളിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നതേ? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഒന്നുകൂടെ, നമ്മുടെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതെപ്പോഴാണ്? നമ്മുടെ ശരീരത്ത് ഗ്ലൂക്കോസ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഗ്ലൂക്കഗോൺ പ്രവർത്തിക്കുന്നത്. അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഓക്കെ, സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡുകളിൽ നിന്ന് എന്ത് നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇനി എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ല, ആ ഒരു അവസ്ഥയിലെത്തുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുക, നിങ്ങൾ ആഹാരം കഴിക്കാതെ ഒരു ദിവസം വ്രതം എടുക്കുകയാണെന്ന് കരുതുക. വ്രതം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനർജി വേണം. എനർജി നിർമ്മിക്കണമെങ്കിൽ ഗ്ലൂക്കോസ് സെല്ലുകൾക്കകത്തേക്ക് എത്തണം. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒന്ന്, കൺവേർട്ട് ദി ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദി ലിവർ ടു ഗ്ലൂക്കോസ്. കരളിൽ സംഭരിച്ചേക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കും. ആര്? ഗ്ലൂക്കഗോൺ ആണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കും. സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അതുകൊണ്ടാണ് നിങ്ങൾ 1-2 നേരം ഫുഡ് കഴിക്കാതിരുന്നാൽ, ആഹാരം കഴിക്കാതിരുന്നാലും നിങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും തോന്നാത്തതിൻ്റെ കാര്യം ആരുള്ളത് കൊണ്ടാണ്? ഗ്ലൂക്കഗോൺ, ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ ഉള്ളത് കൊണ്ടാണ്. വ്യക്തമായിട്ടത് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണിത്. നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ നിങ്ങൾ ആക്ഷൻ ഓഫ് ഇൻസുലിൻ, ഇൻസുലിൻ്റെ പ്രവർത്തനം, ആക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കഗോണിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ് എഴുതി ഈ നോട്ട് തയ്യാറാക്കുക. ടെസ്റ്റിൽ അടയാളപ്പെടുത്തുകയും വേണം. വ്യക്തമായിട്ട് മനസ്സിലായോ? അടുത്തത്, ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ്
70 to 110 milligram per 100 ml എന്ന് പറഞ്ഞാൽ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml എന്ന് പറഞ്ഞാൽ 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 100 മില്ലിഗ്രാം രക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ 70-നും 110-നും ഇടയ്ക്കായിരിക്കണം. ഇപ്പോൾ 70 ആവാം, 71 ആവാം, 72, 71, 74 അങ്ങനെ 110 വരെ വരുന്നെങ്കിൽ അത് സാധാരണ തോതാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ കണക്കാക്കുന്നു. നോർമൽ, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണേ, എഴുതണം. ചോദ്യം ഇതാണ്: ദ നോർമൽ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് ഡാഷ്. ഇത്ര എന്താണ്? 70 to 110 മില്ലിഗ്രാം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ തോത് എത്ര? 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ആരൊക്കെയുള്ള പ്രവർത്തന ഫലമായിട്ടാണ്? ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തന ഫലമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടാടേ. അതിലും ആദ്യം സെൻറ്റർ വായിക്കുക. ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70 to 110 മില്ലിഗ്രാം പെർ 100 ml. 100 ml രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെയാണ് സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ്, രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ്. ഇനി ഇത് ഹൈ ആയി എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ, നോക്കടേ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇൻസുലിനാണ് പ്രവർത്തിക്കുന്നത്. ഇൻസുലിൻ എന്ത് ചെയ്യും? സെല്ലുലാർ അപ്ടേക്ക് നടത്തും. അതേപോലെ തന്നെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കടേ. ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70 to 110 മില്ലിഗ്രാം പെർ 100 ml. ഇപ്പോൾ 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ അത് 70 മുതൽ 110 വരെ വേണം എന്ത്? ഗ്ലൂക്കോസിൻ്റെ അളവ്. അത് കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസ്. ശരിയല്ലേ? ഇൻസുലിനാണ് വർദ്ധിക്കേണ്ടത്. കാരണം എന്ത് ചെയ്യണം? ആ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് കടത്തി വിടണം, ബാക്കിയുള്ളതിനെ കോശങ്ങളിലേക്ക് കടത്തി വിടണം. അതേപോലെ തന്നെ ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യണം? ഗ്ലൈക്കോജനാക്കി മാറ്റണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസ്ഡ്. അടുത്ത ഇവിടെ, അപ്പോൾ അവിടെ ഗ്ലൂക്കഗോൺ വേണം, അവിടെ വേണ്ട. പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഡിക്രീസ്ഡ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായോ? ഇവിടെ നേരെ തിരിച്ചെഴുതുക. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസ്ഡ്. അത് എപ്പോഴാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റേണ്ടത്. അതോടൊപ്പം അമിനോ ആസിഡിൽ നിന്ന് എന്ത് നിർമ്മിക്കണം? ഗ്ലൂക്കോസ് നിർമ്മിക്കണം. അപ്പോൾ എപ്പോഴാണോ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത്, ആ സമയത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ എന്ന് വെച്ചാൽ ഗ്ലൂക്കഗോണിൻ്റെ ഉൽപ്പാദനം ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു, കൂടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. വ്യക്തമായിട്ട് മനസ്സിലായോ? ഇതാണ് മെത്തേഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അല്ലെങ്കിൽ അളവ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ആരൊക്കെയാണ്? ഇൻസുലിനും അതേപോലെ തന്നെ ഗ്ലൂക്കഗോണും. അതിന് നോക്കണേ. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ബീറ്റാ സെല്ലുകൾ നശിക്കുന്നത് കാരണം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ബീറ്റാ സെൽസാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. അതിൻ്റെ അളവിൽ കുറവ് വരാം. ഓർ ദ ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഇൻസുലിൻ തന്നെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല? ചിലപ്പം കോശങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? റൈസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാം. രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദി ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്. ഈ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല? കോശങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. റൈസസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാം എന്നാണ് പറയുന്നത്. ബാക്കി നോക്കാം.
അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്നു? ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഇൻക്രീസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാൻ ഉള്ള കാരണം എന്തൊക്കെ? അപ്പോൾ 2 പോയിന്റ് വരും. ആ 2 ചോദ്യമായിട്ട് എഴുതുക. ഇനി അടുത്ത് നോക്കാം. എക്സസ് ഗ്ലൂക്കോസ് ഇൻ ദി ബ്ലഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ യൂറിൻ. രക്തത്തിലെ അധികമുള്ള ഈ വരുന്ന ഗ്ലൂക്കോസിനെ യൂറിനിലൂടെ, മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. നോർമലി ദർ ഈസ് നോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. സാധാരണഗതിയിൽ എന്ത് വരില്ല? ആ യൂറിനിൽ, മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണില്ല. അപ്പോൾ അമിതമായിട്ട് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അവരുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി അടുത്ത ചോദ്യമാണ്, ഡയബറ്റിസ് ഈസ് ക്ലിനിക്കലി റെഫേർഡ് ടു ആസ് എ കണ്ടീഷൻ വെൻ ദി ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബോവ് 126 milligram per 100 ml ഓഫ് ദി ബ്ലഡ്. അതായത് എന്താണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്? പ്രഭാതത്തിലെ, അതായത് നമ്മൾ ഉണർന്നെണീച്ച് കഴിക്കുന്ന ആഹാരത്തിന് മുമ്പുള്ള, പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. അടുത്ത ചോദ്യം മനസ്സിലായല്ലോ. വാട്ട് ഈസ് ഡയബറ്റീസ്? ഡയബറ്റീസ് എന്താണ്? ഡയബറ്റീസ് ഈസ് ക്ലിനിക്കലി റെഫേർഡ് ടു ആസ് എ കണ്ടീഷൻ വെൻ ദി ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബോവ് 126 milligram per 100 ml. അതായത് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ രക്തപരിശോധനയിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കും. ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്. എന്താണ് അപ്പറ്റൈറ്റ്? വിശപ്പ്, അതായത് അമിതമായ വിശപ്പ്. ടേസ്റ്റ്, ദാഹം. ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രമൊഴിക്കൽ ആർ ദി മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. അപ്പോൾ അടുത്ത ചോദ്യം, ഡയബറ്റീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെ? എന്താണ്? ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, വിശപ്പ് വർദ്ധിക്കുക, ദാഹം വർദ്ധിക്കുക, അതേപോലെ തന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇടവിട്ടുള്ള മൂത്രവിസർജനം. ഇതെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആണ്. നമ്മുടെ ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ സിംറ്റംസ് ആണ്. അതിന് നോക്കട്ടെ. ദ ബ്ലഡ് test that preciously determines the level of glucose in blood for 3 months plays a crucial role in the diagnosis of diabetes. അതായത് 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ രോഗനിർണയത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. അതായത് നമ്മൾ രാവിലെ ഇപ്പം ഫുഡ് കഴിക്കാതെ തന്നെ എന്ത് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അത് തുടർച്ചയായി എത്ര മാസം ചെയ്യണം? 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 milligram per 100 ml കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കുക എന്തുണ്ട്? നമുക്ക് ഡയബറ്റിക് ആണ്, ഡയബറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും.